ഒക്കെ ഇഷ്ടമായോ? ഒരുപാട് ഇഷ്ടമായി. എനിക്ക് ചേച്ചിയോട് ഇതിനെ പറ്റി കുറെ ചോദ്യങ്ങളും ചോദിക്കാം. ചേച്ചി, ഞാൻ ആദ്യമായിട്ട് വായിച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ബുക്കാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. അപ്പം ഞാൻ ഒരു ഭയങ്കര റീഡർ അല്ല. ഞാൻ ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല. അപ്പം വായിച്ച ബുക്കുകളെല്ലാം ഞാൻ പാതി വഴിക്ക് നിർത്താറാ പതിവ്. പക്ഷെ ആദ്യമായിട്ട് ഞാൻ വായിച്ച് കംപ്ലീറ്റ് ചെയ്ത്, ഈ ബുക്കിന് കുറച്ച് കാണാനുണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ട് വായിച്ച് കംപ്ലീറ്റ് ചെയ്ത ഫസ്റ്റ് ബുക്കാണിത്. അപ്പൊ തന്നെ ഈ ബുക്കിൽ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് മാത്രമല്ല, ഈ ബുക്ക് ഞാൻ മാത്രമല്ല പറയുന്നത്, എന്റെ ചുറ്റിനുള്ള ഒരുപാട് പേര് എന്നോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ വായിച്ചു കഴിഞ്ഞ് ഞാനും അവരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പ്രത്യേകത ഉള്ള ബുക്കാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. അപ്പൊ അന്ന് തന്നെ ഞാൻ ചേച്ചി മെസ്സേജ് അയക്കാൻ ചെയ്തായിരുന്നു. അപ്പൊ ആ ഒരു ക്യൂരിയോസിറ്റി എന്നും എന്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പം ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് ബുക്ക് വായിച്ചപ്പോ കുറെ ക്വയറീസ് മനസ്സിൽ വന്നായിരുന്നു. കുറെ ചോദ്യങ്ങള് എഴുത്തുകാരോട് ചോദിക്കണം. അതെന്താ അങ്ങനെ വന്നു, ഇതെന്താ ഇങ്ങനെ വന്ന്, ഇനി ബാക്കി എന്തായിരിക്കും, കുറെ ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ എനിക്കൊരു അവസരം കിട്ടി. അപ്പം ഞാൻ ചേച്ചിയോട് നേരത്തെ അത് ചോദിക്കുകയും ചെയ്തായിരുന്നു. ആധികാരികമായിട്ടുള്ള ഒന്നും ആധികാരികം അതിനായിട്ട് ഒരു ബന്ധവും ഇല്ല. ചേച്ചിക്ക് ഉത്തരം പറയാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞത്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അന്ന് ഞാൻ ഇൻസ്റ്റയിൽ അത് ചോദിച്ചായിരുന്നു. എന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല് ശരൺ എന്തിനാ ശരൺ എന്തിനാണ് എൻഗേജ്മെന്റ്? എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ട അതിഥിയെ, ഇത്രയും സ്നേഹിച്ച അതിഥിയെ ആദ്യം ഒരു ബുക്ക് മറന്നു വെച്ച് അത് കിട്ടി. ക്യൂരിയോസിറ്റി കാരണം അത് വായിച്ചു നോക്കി. ഒരു ദിവസം കൊണ്ട് അതിഥി ഇല്ലാത്ത മഹാദേവിന് വേണ്ടി എഴുതിയ ആ കത്തുകൾ, മീൻസ് ഡയറി എല്ലാം വായിച്ച് അത്രയും ഇഷ്ടപ്പെട്ട ശരൺ ഒന്ന് ദുബായി പോയിട്ട് വന്നപ്പം എൻഗേജ്മെന്റ് ചെയ്തെന്ന് വന്നപ്പം അതിഥി വരെ ഡിപ്രസ്ഡ് ആയിപ്പോയി. അത്രയും വേറെ ആരോടും അത്ര അറ്റാച്ച്മെന്റ് ഇല്ലാത്ത അതിഥി വരെ അത്രയും ഡിപ്രസ്ഡ് ആയിപ്പോയി. അപ്പൊ ഞാനും ഭയങ്കര ഡിപ്രസ്ഡ് ആയിപ്പോയി. എനിക്കും മറ്റേ സാക്ഷിയുടെ ഇതായിരുന്നു, മീൻസ് ദേഷ്യപ്പെട്ട് മിണ്ടാതിരിക്കുന്ന ആ ഒരു അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പം അതെന്തായിരുന്നു ഞാൻ ഈ ബുക്ക് എഴുതുന്ന സമയത്ത് എനിക്കും അറിയില്ലായിരുന്നു എന്തിനാവും. എന്നെ സംബന്ധിച്ചൊരു ശരൺ എങ്ങനെയെങ്കിലും കളയണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ, എന്റെ മൈൻഡിൽ ആക്ച്വലി ഓക്കെ ഇന്ന കാരണം കൊണ്ട് ശരൺ പോയി എന്നുള്ള ഒരു ചെറിയൊരു സാധനം എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് അതിഥി എന്നുള്ള ഒരു പേഴ്സൺ എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അവളുടെ ഒരു സന്തോഷം വേറൊരാളിലാണെന്ന് വിശ്വസിച്ച് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അതിഥീനെ വെച്ചിട്ട് ആൾക്കാരെ റിയലൈസ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു ദാറ്റ് അവരില്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നു. അതിനു വേണ്ടി എനിക്ക് ശരണിനെ കളയുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കളഞ്ഞതാണെന്ന്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് പേര് ചോദിക്കാൻ തുടങ്ങി എന്തിനാണ് ശരൺ കളഞ്ഞിട്ട് പോയതെന്ന്. അപ്പൊ അന്നൊക്കെ ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന റീസൺ എന്ന് പറഞ്ഞാല്, ഇപ്പൊ ശരൺ ഒരു റീസൺ പറഞ്ഞു എന്ന് വിചാരിക്കും. ഓക്കെ, ശരണിന് വേറൊരു പെൺകുട്ടിയെ ഇഷ്ടമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ശരണിന്റെ വീട്ടിൽ ഫിനാൻഷ്യൽ പ്രശ്നം ഉണ്ടായിരുന്നു, ശരൺ പറയുവാണെങ്കിൽ ഓക്കെ നമ്മളത് അതിഥിയുടെ സ്റ്റോറി ആയിട്ട് കാണും, അല്ലെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ഇടയിൽ സംഭവിച്ച ഒരു കാര്യമായിട്ട് കാണാനായിട്ട് നമ്മളത് വിടും. അപ്പൊ നമ്മുടെ ലൈഫിൽ ഇപ്പൊ അത് ഉണ്ടാവുക എന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മൾ ഒരുപാട് ഞാൻ ഒരുപാട് സ്നേഹിച്ച ഒരാൾ എന്നെ വിട്ടുപോകുന്ന സമയത്ത് അയാള് പറയുന്ന റീസൺ ചിലപ്പോ വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാല്, ശരൺ അതിഥിനെ വിട്ടുപോയത് ഇന്നൊരു റീസൺ കൊണ്ടാണല്ലോ, അതുകൊണ്ടാണല്ലോ അതിഥി മൂവ് ഓൺ ആയത്. എന്റെ റീസൺ അതല്ലല്ലോ. അപ്പൊ എനിക്ക് കുറച്ചുകൂടി അതിന് സ്റ്റിക്ക് ഓൺ ചെയ്യാലോ എന്നുള്ള ഒരു ഐഡിയ ആളുകൾക്ക് വരും. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരാളെ ലൈഫിന്റെ ഒരു പോയിന്റിൽ വെച്ചിട്ട് കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്തും ആവട്ടെ, അത് മാറ്റർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അയാളെ കളഞ്ഞു പോകാനുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് അത്രേ ഉള്ളൂ. അതിന്റെ മുകളിൽ നമ്മൾ ആ കാരണം അന്വേഷിച്ചത് കൊണ്ട് ലൈഫിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നുള്ള ഒരു കാര്യം വരണമെന്നുണ്ട്. അപ്പൊ എന്റെ ലൈഫിലോട്ട്, അല്ലെങ്കിൽ ഇത് വായിക്കുന്ന എല്ലാവർക്കും അതിഥിയുടെ സ്ഥാനത്ത് അവരുടെ പ്ലേസ് ചെയ്തിട്ട് റീസൺ എന്താണെങ്കിലും അത് വിഷയമല്ല. എനിക്ക് എന്റെ സെൽഫ് റെസ്പെക്ട്, ഞാൻ എനിക്ക് കൊടുക്കുന്ന ഇഷ്ടമാണ് ഇമ്പോർട്ടന്റ് ആവേണ്ടത് എന്നുള്ള രീതിയിൽ മൂവ് ഓൺ ചെയ്യണം എന്നായിരുന്നു അതിന്റെ ഒരു ആഗ്രഹം. പക്ഷെ ഇപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങാൻ പോവാണ്. അപ്പൊ എനിക്ക് എങ്ങനെ വന്നാലും ശരണിന് ഒരു റീസൺ കൊടുത്തേ തീരൂ എന്നുള്ള ഒരു സ്റ്റാൻഡിന് ഞാൻ എത്തി. അപ്പൊ ഞാൻ കുറെ ആലോചിച്ചു എന്ത് റീസൺ ആയിരിക്കും, എന്തുകൊണ്ടായിരിക്കും. അപ്പൊ ഇത് എഴുതുന്ന ആൾക്കാരെ കൺവിൻസ് ചെയ്യണം. കാരണം ശരൺ എന്ന് പറഞ്ഞാൽ അത്ര സോളിഡ് ആയിട്ട് നമ്മൾ ബിൽഡപ്പ് ചെയ്തൊരു ക്യാരക്ടറാണ്. റാൻഡ് ആയിട്ട് നമ്മൾ അവനെ ഇറങ്ങിപ്പോയി എന്ന് പറയാൻ പറ്റില്ല.
ഞാൻ കുറെ റീസൺ ആലോചിച്ചപ്പോ എനിക്കിങ്ങനെ വന്ന റിവ്യൂസിൽ അവർ തന്നെ എന്റെ അടുത്ത് കുറെ റീസൺസ് പറഞ്ഞു. ഓക്കെ, ശരണിന്റെ വീട്ടിലെ പ്രശ്നങ്ങളുണ്ടായിരിക്കും ശരൺ. അപ്പൊ ഞാൻ ഈശ്വര ഇനി ഇതൊന്നും എഴുതാൻ പറ്റില്ലല്ലോ, കാരണം അങ്ങനെയാകുമ്പോൾ നമ്മൾ അവർക്കൊന്നും ഫ്രഷ് ആയിട്ട് കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ ആലോചിച്ച് ശരണിന് വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ എന്തുകൊണ്ട് ശരൺ പോയിന്ന് ശരണിന് കൺവിൻസിങ് ആവുന്ന ഒരു റീസൺ ആയിട്ട് അതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ പറയുന്നതിനേക്കാൾ അത് വായിക്കുമ്പോൾ അതിനുള്ള കറക്റ്റ് ആൻസർ കിട്ടും. അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എന്നോടും എനിക്ക് അറിയുന്ന ഒരു ബുക്ക് വായിച്ചൊരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു, വീട്ടിലെ പ്രശ്നം കാരണം അമൃതം മൂലം എൻഗേജ് ചെയ്തത്. അപ്പം ഇത് പറഞ്ഞുകൊണ്ട് എന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഇൻവാലിഡ് ആയിപ്പോയി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, അതിഥി ലാസ്റ്റ് ദിവസം ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പം ശരൺ കാണാൻ വന്നായിരുന്നല്ലോ. അപ്പൊ അടുത്തുള്ള ടീ ഷോപ്പിൽ പോയിട്ട് 5 മിനിറ്റ് സംസാരിച്ച മതി പറഞ്ഞായിരുന്നു. അപ്പൊ അതിഥി പറയുന്നുണ്ട്, ശരൺ നീ പറയണ്ട, എന്റെ ഉള്ളില് നിനക്കൊരു വലിയ റീസൺ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. നീ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നോട് ചിലപ്പം വെറുപ്പായേക്കെ എനിക്ക്, അതുകൊണ്ട് നീ അത് പറയണം. അത് ഞാൻ ഒരു രാത്രിയിലായിരുന്നു വായിച്ചത്. എന്ത് റീസൺ ആയിരിക്കും പറയണമെന്ന് വെച്ച് ഭയങ്കര ഇതായിരുന്നു. ഇപ്പൊ അത് സെക്കൻഡ് പാർട്ടില് റീസൺ അത് ഞാൻ പറയുന്നത്, ഇപ്പൊ ഒരാളെ നിങ്ങളെ കളഞ്ഞു പോകുമ്പോ റീസൺ എന്തോ ആവട്ടെ, ആ റീസൺ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അയാൾ പോയി എന്നുള്ള ഫാക്ടിനെ ആക്സെപ്റ്റ് ചെയ്ത് ആ റീസൺ അയാളുടേത് മാത്രമാണ്, അത് നമ്മളെ ബാധിക്കാൻ പാടില്ല എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിഥി സോളിഡ് ആയിട്ട് അവിടെ അങ്ങനെ പറഞ്ഞു വെക്കുന്നത്. നിന്റെ റീസൺ എന്താണെങ്കിലും എനിക്കത് അറിയണ്ട, ഞാൻ മനസ്സുകൊണ്ട് നിനക്ക് മാപ്പ് നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിഥി ആക്ച്വലി ഫോർഗിവ് ചെയ്യുന്നത് അവളോട് തന്നെയാണ് എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. ബിക്കോസ് നമ്മൾ ഒരാളെ ട്രസ്റ്റ് ചെയ്യാൻ നമ്മളും ഒരു കാരണമായിട്ടുണ്ടല്ലോ. നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്ത് നമ്മുടെ ടൈം, നമ്മുടെ എനർജി, നമ്മുടെ ലവ് എല്ലാം കൊടുത്തിട്ട് ആ പേഴ്സൺ ഇട്ട് പോകുമ്പോൾ ആ സെൽഫിനോട് നമ്മളും ഫോർഗിവ് ചെയ്യണം. അവനോട് ഫോർഗിവ് ചെയ്യുന്ന അതേ സമയത്ത് അതിഥി അവളോട് തന്നെ ഫോർഗിവ് ചെയ്യാന്നുള്ള ഒരു കാര്യം മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ആ ഒരു കോൺവെർസേഷൻ എടുത്തത് അവിടെ. ആ കൂട്ടത്തിലുള്ള ഒരു ചോദ്യം കൂടാണ്. ബുക്കിന്റെ ഏറ്റവും അവസാനം അതിഥി ഹൈദരാബാദിലേക്ക് നേരത്തെ ജോലി വന്നായിരുന്നു, പക്ഷെ കൊൽക്കത്തയിലേക്ക് നേരത്തെ ജോലി വന്നായിരുന്നു, പക്ഷെ ആ മെയില് ചുറ്റും സന്തോഷം ആയതുകൊണ്ട് അത് മിസ് ചെയ്തായിരുന്നു. പിന്നെ ഈ സന്ദർഭങ്ങളൊക്കെ ആയപ്പം ബാംഗ്ലൂരിൽ നിന്ന് മാറി നിൽക്കാമെന്ന് പറഞ്ഞു ആ ജോലിക്ക് വീണ്ടും ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ ട്രെയിൻ ജേർണിയില് ട്രെയിൻ പോകുന്ന സമയത്ത് അതിഥിക്ക് ഇഷ്ടപ്പെട്ട ഗീതു ചേച്ചി, അശ്വിനി, ദേവു, ആൻഡി, ശാലു എല്ലാരും ഉണ്ടായിരുന്നു. ആദി, എല്ലാരും അതിഥിയെ യാത്രയാക്കാനുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് പിന്നെ പറയുന്ന ഒരു സെന്റൻസ് ആണ്, ഇവർക്കൊക്കെ പിന്നിൽ ശരണിനെ പോലെ തോന്നുന്ന ഒരാൾ ഓർക്കിഡ് പൂ പിടിച്ച് നിൽക്കുന്ന പോലെ ഒരു കാഴ്ച വന്നായിരുന്നു. ആ കാഴ്ച മറയാതിരിക്കാൻ കണ്ണ് ഇറുക്കി പിടിച്ച് കുറച്ചു നേരം ഇരുന്നെന്ന് പറയുന്നുണ്ട്. ശരിക്കും ശരണായിരുന്നു. ഇല്ല, അത് ആക്ച്വലി അതിഥിന്റെ ഉള്ളിലുണ്ടായ ഒരു തോന്നലാണ്. അപ്പൊ എന്തുകൊണ്ട് അത് ആ ഒരു കാര്യം ഇവിടെ പ്ലേസ് ചെയ്തു എന്ന് വെച്ചാല്, അപ്പൊ നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്ന സമയത്ത് അപ്പൊ അതൊരു സാഡ് ആയിട്ട് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് മറ്റുള്ളവരെ, നമ്മൾ ആ പാർട്ട്ണറിനെ ബ്ലെയിം ചെയ്യും. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു റിലേഷൻഷിപ്പ് കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ആ ബ്രേക്കപ്പ് ആവാനുണ്ടായ കാരണം മാത്രമേ നമ്മൾ എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് പറയുള്ളൂ, അവൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ അവൾ ഇങ്ങനെയാണ്. പക്ഷെ അതിന് പകരം നമുക്ക് കൂടെ ഉണ്ടായ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഹാപ്പി മെമ്മറീസ് നമ്മൾ പരസ്പരം പങ്കുവെച്ചിട്ടുണ്ടാവും. ഏത് പേഴ്സണിന്റെ കൂടെ ആണെങ്കിലും എന്തെങ്കിലും ഹാപ്പി മെമ്മറീസ് ഉണ്ടാവും. അപ്പൊ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ടേക്ക് ദാറ്റ് ഹാപ്പി മെമ്മറീസ് ആൻഡ് ലീവ് എന്നുള്ള ഒരു കാര്യം. അപ്പൊ ശരണിന്റെ കൂട്ടത്തിൽ അതിഥിക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടുണ്ടായ ഒരു റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഓർക്കിഡ് ഫ്ലവേഴ്സിന്റെ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ അവള് കൊടുക്കുന്ന വെച്ചാൽ അവളവിടുന്ന് ലീവ് ചെയ്യുന്ന സമയത്ത് അവനുമായിട്ടുള്ള നല്ല മെമ്മറീസ് അവള് കീപ്പ് ചെയ്യുന്നു ആൻഡ് ബാക്കിയുള്ളത് കളയുന്നു എന്നുള്ളതിലാണ് ആ ഓർക്കിഡിന്റെ സിംബോളിക് ആയിട്ട് അവള് പോകണമെന്ന് അവര് പറയുന്നത്. അതുപോലെ ആ ഓർക്കിഡ് ഭയങ്കര എല്ലായിടത്തും ഓർക്കിഡ് വരുമ്പോഴും അത് പറയുന്ന പോലെ മണം നമുക്കും വരുമായിരുന്നു. ഓർക്കിഡിന്റെ മണം ഭയങ്കര, ഓർക്കിഡ് എന്ന് പറയുമ്പോഴേ നമുക്കും ശരണിനെ ഓർമ്മ വരുമായിരുന്നു. ഓർക്കിഡ് ആക്ച്വലി എനിക്ക് ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മളൊരു റൈറ്റർ എന്നുള്ള രീതി നമ്മുടെ എന്തെങ്കിലും എലമെന്റ്സ് നമ്മൾ എല്ലാ ബുക്കിലും ഇട്ടേച്ചു. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ എലമെന്റ് ആയിട്ട് ഇട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത് എഴുതുന്ന സമയത്ത് അത്രത്തോളം എനിക്ക് അങ്ങനെ വായനക്കാരൊന്നുമില്ല. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് എവിടെയെങ്കിലുമൊക്കെ ഓർക്കിഡ് എന്നുള്ള റെപ്രസെന്റേഷൻ ഈ ബുക്ക് വായിച്ച് ആരെങ്കിലും ഒക്കെ ഓർക്കിഡിനെ കുറിച്ച് എഴുതണം, അല്ലെങ്കിൽ ഓർക്കിഡിന്റെ ഫോട്ടോ വെച്ചിട്ട് ഈ ബുക്ക് വരണം എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇപ്പൊ ഞാൻ പോകുന്ന പ്രോഗ്രാംസിനാണെങ്കിലും ഇൻസ്റ്റയിൽ വരുന്ന റിവ്യൂസിലെല്ലാം ഓർക്കിഡ് ഉണ്ട്. അപ്പൊ ഒരു കുട്ടി എന്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ഞാൻ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഷോപ്പിൽ ഓർക്കിഡ് ഉണ്ട്, അപ്പൊ ചേച്ചീനും അതിഥിനും ഓർമ്മ വരുന്ന പറയുമ്പോൾ ആസ് എ റൈറ്റർ അത് ഭയങ്കര ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യമാണ്. പിന്നെ ഓർക്കിഡിന്റെ വേറൊരു റെപ്രസെന്റേഷൻ ലവ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പൊ മാധവിക്കുട്ടി പറയുന്നുണ്ടല്ലോ, ശവക്കലറയിൽ വന്നിട്ട് പൂവിട്ടാ ഞാൻ അറിയോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കൂടെ ഉണ്ടാവുന്ന സമയത്ത് എനിക്ക് നിന്നോട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ എവിടെ ഇഷ്ടം എന്ന് ചോദിക്കാത്ത രീതിയിൽ നമ്മൾ ആ ഇഷ്ടം എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആയിട്ടാണ് ഓർക്കിഡ് അതിന് കൊടുത്തത്.
ആദ്യം വായിച്ചപ്പോ എനിക്ക് തോന്നി ഇവിടെ ഓർക്കിഡ് എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ട് ആദ്യമല്ല ഗീത ചേച്ചി നിക്കുന്ന സന്ദർഭത്തിലല്ലായിരുന്നു നമുക്ക് കൊടുത്തത്. അപ്പം ആദ്യം നിരസിച്ച് പിന്നെ അങ്ങ് വാങ്ങിച്ച് പിന്നെ ഡെയിലി മതില് ചാടാൻ ഇത് കാമുകന്മാർക്കൊരു റെപ്രസെന്റ് ആയിരിക്കും, വെല്ലുവിളിയായിരിക്കും. ഇവിടെ പോകുമ്പോ ഇനി ഓർക്കിഡ് കൊടുക്കണം എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ഹൈ ആവും. നല്ലൊരു എന്താണ് സ്ട്രാറ്റജി ആയിരുന്നു ആ ഓർക്കിഡ് അവിടെ വെച്ചത്. അപ്പൊ ഇത്രയായിരുന്നു അന്ന് ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ നിന്ന ക്വസ്റ്റ്യൻസ് ഇത്രയായിരുന്നു. പിന്നെ എനിക്ക് ഇനി ചോദിക്കാനുള്ളത് കുറച്ച് പേഴ്സണലാണ്, കറക്റ്റ് പേഴ്സണാണെന്ന് എനിക്ക് അറിയില്ല. ഏറ്റവും എന്നെ സ്വാധീനിച്ച 2 കാര്യങ്ങളാണ് ഈ ബുക്കിലുള്ളത്. ഏറ്റവും ആദ്യം ഇടയ്ക്കൊരു 13ാമത്തെ ചാപ്റ്റർ, ഞാൻ ഒരു ദിവസം ഒരു ചാപ്റ്റർ വായിക്കുന്നു, മാക്സിമം 2 ചാപ്റ്റർ. ഞാൻ റീഡർ അല്ലെന്ന് പറഞ്ഞത്, അപ്പൊ എനിക്ക് അതിൽ കൂടുതൽ പറ്റില്ല. ഇത് ചെറിയ ചാപ്റ്റേഴ്സ്, 4 പേജ് വരെയുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫോണ്ട് ചെറുതാ, അതിനെങ്ങനെ ഉണ്ട് ഇത്രയും വലിയ ഫോണ്ട്? അപ്പൊ ഫസ്റ്റ് റീഡർ അല്ലെങ്കിൽ ഇതൊക്കെയാണ് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത്, ബുക്കിന്റെ കനം, ഫോണ്ടിന്റെ സൈസ്, അത് പിന്നെ പിക്ചേഴ്സും ഇല്ല, അപ്പൊ അത്രയും സൈസും പോകില്ല. അപ്പം ആദ്യം കേട്ടോ വായിച്ചു തോന്നുമ്പോ നമ്മളൊന്നും തീരാറായില്ലെന്ന് നമ്മൾ ചെക്ക് ചെയ്യാറ് പോലില്ല. 13ാമത്തെ ചാപ്റ്റർ ആയപ്പോ അതില് ഫുൾ പ്രശ്നങ്ങൾ. ദേവുവിന് പ്രശ്നം, ദേവുവിന് അടിയിട്ട് കരയുന്നു. അതിഥിയുടെ വീട്ടിലെ പ്രശ്നം, അതിഥിക്ക് വീട്ടിൽ അന്ന് അതിഥിയുടെ അമ്മ വിളിച്ച ഓരോരോ പ്രശ്നം, ആന്റിയുടെ വീട്ടിലെ ആന്റി വരെ ഓക്കെ, ആന്റിക്ക് പ്രശ്നമായപ്പോ ആന്റിക്ക് പ്രശ്നം, അങ്കിളിന്റെ ആ ഒരു ഇൻസിഡന്റ്, അങ്ങനെ ആദിയുടെ ആ ഒരു ആദിയുടെ പ്രശ്നം 13 പറയുന്നില്ലെന്ന് തോന്നുന്നു. അങ്ങനെ അതിഥിക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും പ്രശ്നം. അങ്ങനെ ആയപ്പം എനിക്കും ഒരു ഭയങ്കര ഒരു വിഷമം പോലെ സംഭവമായിരുന്നു. അപ്പൊ ഞാൻ ഇത് വായിച്ച് എന്നെ ഏറ്റവും കൂടുതൽ നിർബന്ധിച്ച ഒരാളത്തെ ഞാൻ ചോദിച്ച്, രാത്രി തന്നെ ഞാൻ വിളിച്ചു. അപ്പൊ ചോദിച്ച് ഇനിയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വായിക്കാൻ കുറച്ച് പ്രശ്നമാണ്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, എടാ ഇല്ല, ഒരു പ്രശ്നമില്ല, വായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വായിച്ചു. അങ്ങനെ വായിച്ചതില് ലാസ്റ്റ് ഒരു പാരഗ്രാഫ് ഉണ്ട്. അന്ന് എനിക്ക് തോന്നി ഇത്രയും പ്രശ്നങ്ങളെല്ലാം ആ ഒരു പാരഗ്രാഫിന് വെറുത്താന്ന്. കറക്റ്റ് പാരഗ്രാഫിന്റെ സ്റ്റാർട്ടിങ് എനിക്കറിയില്ല. ഇതാണ് കണ്ടന്റ്. സിദിനും സാക്ഷിയും പോലുള്ള റിലേഷൻഷിപ്സ് ഇത്രയും ഞാൻ വായിച്ചു തരാം. സാക്ഷിക്കും സിദ്ധിനും അല്ലാതെ ഇങ്ങനെ പ്രണയിക്കാൻ പറ്റുന്ന മറ്റാർക്കാണ് പറ്റുന്നത് എന്നുള്ളൊരു കാര്യം. അത് കഴിഞ്ഞിട്ട് എല്ലാവരും അതിജീവിച്ചൊരു കഥയും കൂടെ പറയുന്നുണ്ട്. അത് ഇത്രയും പ്രശ്നങ്ങൾക്ക് അത് വെറുത്തായിരുന്നു. അത്രയും നല്ലൊരു പാരഗ്രാഫ് ആയിരുന്നു അത്. അതുപോലെ ഈ ബുക്കില് ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിന്റെ ഏതാണ്ട് എല്ലാ ചാപ്റ്റേഴ്സിന്റെ തുടക്കത്തില് ഏറ്റവും പ്രിയപ്പെട്ട മഹാദേവ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു എന്തിനാ ഇടയ്ക്കിടയ്ക്ക് മഹാദേവൻ ഇങ്ങനെ കത്ത് ചെയ്യുന്നത്, കാരണം ഇതൊരു ഇമാജിനറി പേഴ്സൺ ആണ്. പക്ഷെ ഏറ്റവും അവസാനം ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എഴുതും. അപ്പൊ അത് ഭയങ്കര ഫീൽ ആയിരുന്നു എനിക്ക്. അപ്പൊ എനിക്ക് അന്ന് തോന്നി ഈ ഒരു ബുക്കിന്റെ ടൈറ്റിലിന് അത് ഭയങ്കര ആപ്റ്റ് ആണ്. ഇത് എനിക്ക് തോന്നുന്നു ഇതിപ്പം എന്റെ ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എല്ലാ പെൺകുട്ടികൾക്കും ഇങ്ങനെ ഒരു പേഴ്സണൽ ആയിട്ട് അവർ കീപ്പ് ചെയ്യുന്ന ഒരു ഇമാജിനറി ബോയ് ഫ്രണ്ട് വാട്ടെവർ ഇറ്റ് ഈസ് ഒരാൾ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ ചുറ്റുമുള്ള റിയാലിറ്റി എപ്പോഴും അത്ര ബ്യൂട്ടിഫുൾ ആവണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം എപ്പോഴും എല്ലാവർക്കും നല്ലപോലെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ എന്റെ അടുത്ത് ഒരുപാട് പേര് ഇതുപോലെ പേഴ്സണൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു ഇമാജിനറി ക്യാരക്ടർ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഇമാജിനറി ക്യാരക്ടറിനോട് ഞങ്ങൾ സംസാരിക്കായിരുന്നു എന്നുള്ള കാര്യം. ഇപ്പൊ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട ഒരാൾ എന്ന് പറയുന്ന ഒരു കഥയുടെ നായകനാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. ആ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് ഒരാൾ വരും നമ്മളെ സേവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരാള് നമ്മളെ എല്ലാ പ്രശ്നത്തിൽ നിന്നും മുന്നോട്ട് നടത്താൻ ഒരാളെ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ പെൺകുട്ടികളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരം കല്യാണമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ എപ്പോഴും നമ്മുടെ എല്ലാ സന്തോഷങ്ങളും അല്ലെങ്കിൽ നമ്മളെ സേവ് ചെയ്യാൻ ഒരാളെ നമ്മൾ ഡിപ്പെൻഡന്റ് ആണ് സംഭവം അതർവേ. അപ്പൊ ഈ ബുക്കിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സോൾ അത് തന്നെയാണ്. നമ്മൾ വേറെ ആരെ വിശ്വസിക്കുന്നതിനേക്കാളും നമ്മൾ ആരെ സ്നേഹിക്കുന്നതിനേക്കാളും നമുക്ക് നമ്മുടെ മേലെ ഒരു ഉറപ്പ് സ്റ്റാൻഡ് ഉണ്ടാവണം എന്നുള്ളത് ഇനി ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അതിഥി മഹാദേവിന് ഒരു കത്ത് എഴുതുന്നത്. കാരണം അതിഥിയുടെ വിഷമങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ അതിഥി കേപ്പബിൾ ആവുന്ന ഒരു രീതിയിലോട്ട് അതിനെ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളായിരുന്നു ആ ലാസ്റ്റ് ആ കത്ത് അവിടെ പ്ലേസ് ചെയ്യാൻ. ആക്ച്വലി എനിക്ക് തോന്നുന്നു അതിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ കത്ത് ഉണ്ടായിരുന്നില്ല, അതിഥി ട്രെയിനിലോട്ട് പോണൂന്ന് വരെയായിരുന്നു അത് ഉണ്ടായത്. അപ്പൊ നമ്മൾ 2-3 റൗണ്ട് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം എന്തോ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള എന്തോ ഉണ്ട്, ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു പഞ്ച് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇരുന്ന് ആലോചിച്ചിട്ട് എഴുതിയിട്ടുള്ള ലാസ്റ്റ് നമ്മൾ അതിന്റെ എല്ലാ എഡിറ്റിംഗും കഴിഞ്ഞ ശേഷം ആഡ് ചെയ്തിട്ടുള്ള ലെറ്റർ ആണ് അത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള ആ ഒരു ലെറ്റർ. ഇപ്പൊ ഏറ്റവും പ്രിയപ്പെട്ട എന്നോടിന്റെ 2ാം ഭാഗം വരാൻ പോവുകയാണ്. അപ്പം ഇത്രയും സക്സസ്ഫുൾ ആയ ഈ ഒരു ബുക്കിന് എന്തായാലും അടുത്ത പാട്ടെന്ന് പറയുമ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് റീഡേഴ്സ് തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്.
അപ്പൊ അത് എഴുതുമ്പോ ചേച്ചിക്ക് ആ ഒരു സ്ട്രെസ് വരാറുണ്ടോ? ഇത് ഇത്ര സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം, ഇത് ഇതിലും നന്നാക്കണം, അങ്ങനെ റീച്ച് ഒക്കെ ചെയ്ത് ചേച്ചി ചെയ്യാറുണ്ടോ? എനിക്ക് തോന്നുന്നു എന്നെ വായിക്കുന്ന എല്ലാവർക്കും എന്റെ സ്റ്റാൻഡേർഡിനെ കുറിച്ച് നല്ല ബോധമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർ എന്നിൽ നിന്ന് ഒരിക്കലും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സാഹിത്യം ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല എന്റെ ബുക്ക് വായിക്കുന്നത്. ഇപ്പൊ എന്റെ ബുക്ക് വായിക്കുന്ന ആളുകൾ പറയുന്നത് സാധാരണക്കാരന്റെ മലയാളത്തിലാണ് നിന്റെ പുസ്തകം എഴുതുന്നതെന്നാണ് എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു സ്ട്രെസ് ഇല്ല, അത് കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു സ്ട്രെസ് ഇല്ല. ബിക്കോസ് ഞാൻ എഴുതുന്ന രീതിയിൽ എഴുതിയാൽ മതി എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സ്ട്രെസ് ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ ക്യാരക്ടേഴ്സിന് ആളുകളുടെ ഉള്ളിൽ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്ന ഒരു രീതിയുണ്ട്, അവരതിനെ അക്സെപ്റ്റ് ചെയ്തേക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ ആ ഇഷ്ടം കുറഞ്ഞു പോവാതെ ആ ക്യാരക്ടേഴ്സിന് അതുപോലെ സെക്കൻഡ് പാർട്ടിലോട്ട് പ്ലേസ് ചെയ്യുമ്പോൾ അത് പ്രോപ്പർ ആയിട്ട് പ്ലേസ് ചെയ്യുക. ആദ്യം ഉണ്ടാ ഇഷ്ടത്തിനേക്കാളും ഇരട്ടി ഇഷ്ടം അതിലെ ക്യാരക്ടേഴ്സിന് വാങ്ങി കൊടുക്കുക എന്നുള്ള രീതിയിൽ സ്ട്രെസ്ഡ് ആണ്. പക്ഷെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോടിന്റെ സെക്കൻഡ് പാർട്ടിന്റെ പേര് ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് എന്നാണ്. അപ്പൊ ആ നിന്നോട് എന്ന് പറയുന്നത് ആരുടെ വേർഷൻ ആയിരിക്കും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി കൂടെയാണ് ആ ബുക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഞാനും ഭയങ്കരമായിട്ട് ഈ കഥ എഴുതുമ്പോൾ എക്സൈറ്റഡ് ആണ് എങ്ങനെ ഇതിന്റെ ക്ലൈമാക്സ് വരും എന്നുള്ളത് നമുക്ക് കാണാം. അത് വായിക്കാൻ ഞങ്ങളും എക്സൈറ്റഡ് ആണ്. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് പൊതുവെ ആൾക്കാരുടെ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. കാരണം ഞാൻ എന്റെ റൂമിൽ ഒറ്റയ്ക്കിരുന്ന് എനിക്ക് തോന്നിയത് എഴുതി വെക്കുന്നു എന്നല്ലാതെ ഒരു ഓഡിയൻസ് ഇത് വായിച്ചിട്ട് കിട്ടുന്ന റെസ്പോൺസ് നമുക്ക് കേൾക്കാന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ്. നമ്മളിങ്ങനെ വേദിയിൽ പോകുമ്പോൾ ആളുകൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് 1-2 മിനിറ്റിൽ കഴിയും. അപ്പൊ ഇത്രയും ലോങ് ആയിട്ട് ഈ ബുക്ക് വായിച്ച് ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചതിൽ ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു ഓഡിയൻസ് ഫീഡ്ബാക്ക് അറിയാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇത്രയും നേരം ചേച്ചിയോട് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയാലും ഒരു ആരാധകൻ എന്നുള്ള രീതിയിൽ ചേച്ചി കണ്ട് സംസാരിക്കാൻ ആരാധകൻ എന്ന് പറയാം പിന്നെയും ആക്ച്വലി ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഈ ഒരു ഓപ്പർച്യൂണിറ്റി. ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തില് പെട്ടെന്ന് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പം അന്ന് കഥ വായിച്ചപ്പോൾ അന്ന് എന്റെ മനസ്സിൽ തങ്ങിയുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ചേച്ചി മറുപടിയും തന്നു. ചേച്ചിയുടെ അടുത്ത ബുക്കിന് വെയിറ്റിംഗും ആണ്. അതുപോലെ ചേച്ചിയുടെ ഇത്രയും വിലപ്പെട്ട സമയം എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തന്നതിൽ ഞാനും ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്.